വോട്ട് തേടി ഓരോ വീട്ടിലെത്തുമ്പോൾ ഇവിടെ LDF ഭരണകൂടം എന്ത് ചെയ്തില്ല, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നൊക്കെയാണ് എടുത്തു പറയുന്നത്. ഇവിടെ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറഞ്ഞ പോലെ അരപതിറ്റാണ്ടായിട്ട് ഇവർ ഭരിക്കുന്നുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കാൻ പറ്റുക, അത് നല്ല വായു ശ്വസിക്കാൻ പറ്റുക, നല്ല വെള്ളം കുടിക്കാൻ പറ്റുക, പോകുന്ന വഴികളൊക്കെ വൃത്തിയുള്ളതാവുക, മനോഹരമുള്ളതാവുക എന്നൊക്കെ ഉള്ളത് നിർബന്ധമാണ്. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ ഇത് കേളി കേട്ട ഒരു സ്ഥലമാണ്. പക്ഷെ ഇവിടെ വന്ന് ഇറങ്ങിയാൽ ഒരു മനുഷ്യന് മൂക്ക് പൊത്താതെ ഒരു വഴിയിലൂടെ നടക്കാൻ പറ്റില്ല. ഡ്രെയിനേജ് സംവിധാനം വളരെ മോശമാണ്. മാലിന്യങ്ങൾ ഇങ്ങനെ കുന്നുകൂടി കിടക്കുകയാണ്. ഇപ്പോൾ വീട്ടിലേക്കൊക്കെ ചെന്നാൽ ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് അടിയന്തരമായിട്ട് വേണ്ടത് മാലിന്യ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ്. കോഴിക്കോട് കോർപ്പറേഷൻ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിൽ തോറ്റുപോയിരിക്കുകയാണ്. അവർ പല സ്ഥലങ്ങളിലും സ്യൂവേജ് പ്ലാന്റ് ഉൾപ്പെടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അതെവിടെ അവർ കൊണ്ടുവരാൻ ശ്രമിച്ചത് എന്നൊക്കെ ഉള്ളത് ചോദ്യം ചെയ്യപ്പെട്ടതാണ്. അങ്ങനെ പ്രതീക്ഷകളൊക്കെ പങ്കുവെക്കുമ്പോഴും തുടക്കത്തിൽ നിങ്ങൾക്കൊരു പാളിച്ചയും കല്ലുകടിയും ഉണ്ടായി. ഇപ്പം VM വിനുവിനെ പോലെ ഒരാളെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയെങ്കിലും അദ്ദേഹത്തിന് വോട്ടുണ്ടായില്ല. അങ്ങനെ തുടക്കത്തിൽ ഒരു എഡ്ജ് അവിടെ LDF എടുത്തിരുന്നു. അത് മറികടക്കാൻ കഴിഞ്ഞോ ഇപ്പോൾ? ഇല്ല, അത് യഥാർത്ഥത്തിൽ ഒരു ചർച്ചയേ ആയിട്ടില്ല. അത്തരത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥികളെല്ലാം 100% പെർഫെക്റ്റ് പിച്ച്ഡാണ്. ഓരോ സ്ഥലങ്ങളിലും ഓരോ വാർഡിലും പെർഫെക്റ്റ്ലി പിച്ച്ഡാണ്. ആളുകളുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് നമുക്ക് ലഭിക്കുന്നത്. വീടുകളിൽ കയറി വോട്ടുകൾ ചോദിച്ച് അവരോടൊപ്പമുള്ള, പ്രത്യേകിച്ച് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റിയ ആളുകൾ തന്നെയാണ് പുതിയ വാർഡിലേക്ക് UDFന്റെ സ്ഥാനാർത്ഥികളായിട്ട് വന്നിട്ടുള്ളത്. ഒരു പിഴവ് അത് ഒഴിവാക്കാമായിരുന്നില്ല, അതൊരു അശ്രദ്ധ തന്നെയല്ലേ ഉണ്ടായിട്ടുള്ളത്? അല്ല, ആ കാര്യത്തിൽ കൃത്യമായിട്ട് UDFന്റെ നേതൃത്വം മറുപടി പറഞ്ഞതാണ്. അതിനൊപ്പം നമുക്ക് പരിഹാരങ്ങളെ ഏറ്റവും മികച്ച രൂപത്തിൽ കൈകാര്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഈ വിഷയത്തിലും ആ രൂപത്തിലൊക്കെ ആളുകളുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് കോർപ്പറേഷൻ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. അതിന് അനുയോജ്യമായിട്ടുള്ള സ്ഥാനാർത്ഥികൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും UDF നേതൃത്വം മുന്നോട്ട് വെച്ച് കഴിഞ്ഞു. അത് ഏറ്റവും വലിയ രൂപത്തിൽ ഇവിടെ റിഫ്ലക്ട് ചെയ്യും. എനിക്ക് എടുത്ത്